നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് കേരളത്തിലെ രാജ്യസ്നേഹികളെ മുഴുവൻ കണ്ണീരണിയിച്ച ഒരു വിയോഗത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ദിനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ധീരദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ 80ാം ചരമദിനം 1945 നവംബർ 23-നാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട ആദ്യത്തെ വ്യക്തിയായ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് വിട പറയുന്നത്. ഇത് എൻ്റെ വാക്കുകളല്ല, എഴുത്തുകാരിയും അഭിനേത്രിയുമായ സുധാ മേനോൻ്റെ വാക്കുകളാണ്. അവർ പറയുന്നു, രാഷ്ട്രീയ സത്യസന്ധതയെ, നീതിബോധത്തെ, നിർഭയ നിലപാടുകളെ, അഹിംസയെ, രാജ്യസ്നേഹത്തെ, ആത്മത്യാഗത്തെ, അതിരില്ലാത്ത മനുഷ്യസ്നേഹത്തെ, മൗലികവാദത്തിലേക്ക് കടക്കാത്ത മതവിശ്വാസത്തെ, കല്ലേറുകൾക്കിടയിലും നെഞ്ചോട് ചേർത്ത ബഹുസ്വരതയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത കൂറിനെയൊക്കെ ഓർക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട ആദ്യത്തെ പേരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഇന്ന് നമ്മൾ എത്ര പേർ ഈ പേര് ഓർക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ ഓർക്കേണ്ടതാണ്. ഓർമ്മകൾ നഷ്ടപ്പെടുന്നൊരു തലമുറയാണ് നമ്മുടേത്. വരും തലമുറ അതിനേക്കാൾ ഓർമ്മകൾ നഷ്ടപ്പെടുന്നവരാകാതിരിക്കാൻ നമ്മൾ ചിലതൊക്കെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഓർമ്മിച്ച് നമ്മുടെ വിചാരധാരകളെ വിമലീകരിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് നമ്മൾ വീണ്ടും ഓർമ്മിക്കേണ്ട ഒരു പേരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. വർത്തമാനകാല സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ കൂടുതൽ പ്രസക്തമായി ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. അതുതന്നെയാണ് അതിനുള്ള പ്രധാന കാരണവും. അദ്ദേഹം ആകെ കൂടി ജീവിച്ചത് 47 വർഷമാണ്. ഈ 47 വർഷത്തിൽ ഏറ്റവും പുഷ്കലമായ യൗവനത്തിൻ്റെ 10 കൊല്ലത്തോളം അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ തടവറയിൽ ജീവിക്കുകയായിരുന്നു. കനൽ വഴികളിലൂടെയുള്ള ആ ജീവിതയാത്ര ഏതൊരു ദേശസ്നേഹിയുടെയും മനസ്സിൽ ആവേശവും ആദരവും ഉണ്ടാക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ദേശസ്നേഹത്തിന് മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ ന്യായമായും സംശയിക്കേണ്ടി വരും. മുൾമുനകൾ നിറഞ്ഞ ആ ജീവിതയാത്രയിലേക്ക് ഇപ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാം. 1898 കൊടുങ്ങല്ലൂരിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ 5 മക്കളിൽ മൂത്ത മകനായാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ ജനിക്കുന്നത്. പാരമ്പര്യമായി തന്നെ ദേശസ്നേഹം അബ്ദുറഹിമാൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. 10 തലമുറകൾക്കപ്പുറം പോർച്ചുഗീസുകാരോട് പടപൊരുതിയവരുടെ പിന്മുറക്കാരായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ. പക്ഷേ പണത്തിൻ്റെ പ്രതാപത്തിൽ അവൻ അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. മദ്രാശിയിലെ മുഹമ്മദൻസിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് അവിടെ തന്നെയുള്ള പ്രസിഡൻസി കോളേജിൽ BA പഠിക്കുമ്പോഴാണ് കൂട്ടുകാരൻ ചാവക്കാട്ടുകാരനായ മുഹമ്മദ് ഒരു രാത്രി അബ്ദുറഹിമാൻ്റെ മുറിയിലെത്തുന്നത്. നല്ല നിലയിൽ പഠിച്ച് സർക്കാരിൽ ഉന്നത ഉദ്യോഗം സ്വപ്നം കണ്ട ആ യുവാവിൻ്റെ ചിന്തകളെ ആകെ മാറ്റിമറിക്കുന്നത് ആ രാത്രിയിലെ കൂട്ടുകാരൻ്റെ ആ സന്ദർശനമാണ്. അബ്ദുൽ കലാം ആസാദ് എഴുതിയ ഖിലാഫത്ത് ആൻഡ് ജസീറത്തുൽ അറബ് എന്ന പുസ്തകം നൽകിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇത് വായിക്ക്, ഇംഗ്ലീഷുകാരൻ്റെ വിദ്യാഭ്യാസം നേടാതെ രാജ്യത്തിന് വേണ്ടി ജീവിക്ക്. അബ്ദുറഹിമാൻ ആ പുസ്തകം വാങ്ങി. വെറുതെ വാങ്ങി തലയിണക്കടിയിൽ വെച്ചില്ല. അവൻ ആ രാത്രി തന്നെ പുസ്തകം വായിച്ചു. ഒന്നല്ല പലവട്ടം. അതവൻ്റെ ഉറക്കം കെടുത്തി. രാവിലെ കൂട്ടുകാരൻ്റെ മുറിയിലെത്തി അബ്ദുറഹിമാൻ പറഞ്ഞു, ഞാൻ പഠനം ഉപേക്ഷിക്കുകയാണ്. കൂട്ടുകാരൻ മുഹമ്മദ് ചോദിച്ചു, അതിന് വീട്ടുകാരുടെ അനുമതി വേണ്ടേ? അബ്ദുറഹിമാൻ്റെ ധീരമായ മറുപടി ഇതായിരുന്നു, സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കാൻ എനിക്കാരുടെയും അനുമതി വേണ്ട. അബ്ദുറഹിമാനെ ദേശീയ സമരത്തിലേക്ക് നയിച്ച ചാവക്കാട്ടുകാരൻ മുഹമ്മദ് പിന്നീട് നന്നായി പഠിച്ച് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഉദ്യോഗവും നേടി വലിയ പദവിയിലൊക്കെ എത്തി. അത് വേറെ കാര്യം. മദ്രാശിയിൽ നിന്നും അബ്ദുറഹിമാൻ നേരെ പോയത് ദില്ലിയിലെ ജാമിയ മില്ലിയയിലേക്കാണ്. രാജ്യത്തിന് വേണ്ടി പോരാടാൻ ദില്ലിയാണ് തൻ്റെ കളരിയാവേണ്ടതെന്ന് ബുദ്ധിമാനായ അബ്ദുറഹിമാൻ മനസ്സിലാക്കിയിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പേരെടുത്ത അതിർത്തി ഗാന്ധി, അബ്ദുൽ ഖാദർ ഖാൻ, രാഷ്ട്രപതി വരെയായ ഡോക്ടർ സക്കീർ ഹുസൈൻ തുടങ്ങിയവരുടെ സഹപാഠിയാകാൻ അങ്ങനെ അബ്ദുറഹിമാന് കഴിഞ്ഞു. പഠനം കഴിഞ്ഞ് വേണമെങ്കിൽ അബ്ദുറഹിമാന് ദില്ലിയിൽ തങ്ങാമായിരുന്നു. പക്ഷേ കേരളത്തിന് തന്നെ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അവിടെ തിരിച്ചെത്തി. 1921 മലബാർ കലാപം നടക്കുന്ന കാലം. ഏറനാട്ടിൽ കലാപം നടക്കുന്ന വാർത്തയറിഞ്ഞ് മുഹമ്മദ് അബ്ദുറഹിമാൻ യഥാർത്ഥത്തിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. നമ്മുടെ സഹോദരങ്ങൾ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടക്കിരയാവുന്നത് കണ്ടു നിൽക്കാനാവില്ല. ഈ ദാരുണ വാർത്ത കേട്ട് അടങ്ങിയിരിക്കാൻ എനിക്കാവില്ല, ഞാനിതാ അങ്ങോട്ട് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞ് കൂട്ടുകാരനായ മൊയ്തു മൗലവിയുടെ നേരെ തിരിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, മൗലവിക്ക് എൻ്റെ കൂടെ വരാൻ ധൈര്യമുണ്ടോ?
കൂട്ടുകാരൻ എവിടെ, അവിടെ താനും എന്നതായിരുന്നു മൊയ്തു മൗലവിയുടെ നയം. അങ്ങനെ ആ ഇരുണ്ട രാത്രിയിൽ ഒരു കാളവണ്ടിയിൽ മൊയ്തു മൗലവി, ഹസ്സൻ കോയ മൊല്ല, AP മൊയ്തീൻ കോയ എന്നിവർക്കൊപ്പം അബ്ദുറഹിമാൻ കലാപകലുഷിതമായ ഏറനാട്ടേക്ക് പോവുകയാണ്. അക്രമത്തിനായി ആയുധമേന്തി മുന്നോട്ട് കുതിച്ചവരെ ശാന്തരാക്കാൻ 23കാരനായ മുഹമ്മദ് അബ്ദുറഹിമാന്റെ വാക്കുകൾക്ക് സാധിച്ചു എന്നതാണ് അത്ഭുതകരമായ ചരിത്രം. അവിടെ നിന്നവർ മഞ്ചേരിയിലേക്ക് പോയി ആലി മുസ്ലിയാരെ കണ്ടു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആയുധമെടുത്തുള്ള ഈ പോരാട്ടം ഒരിക്കലും വിജയിക്കില്ലെന്നും അതുകൊണ്ട് നാടിനും സമുദായത്തിനും നഷ്ടം മാത്രമേ ഉണ്ടാകൂ എന്നും ഉപദേശിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടി നിഷേധാത്മകമായിരുന്നു. അബ്ദുറഹിമാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു. ബ്രിട്ടീഷുകാർ ക്രൂരമായി കലാപം അടിച്ചമർത്തി. പ്രതികാരമെന്ന നിലയിൽ നിരവധി മാപ്പിളമാരെ അന്തമാനിലേക്ക് നാടുകടത്തി. അവിടെ ക്രൂരമായ നരകയാതനകളിലേക്കാണ് അവരെ തള്ളിയത്. അതിനായി സർക്കാർ ആവിഷ്കരിച്ച അന്തമാൻ സ്കീമിനെതിരിൽ ശക്തമായ അബ്ദുറഹിമാൻ പ്രതികരിച്ചു. ഇംഗ്ലീഷ് ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വെള്ളക്കാരെ ചൊടിപ്പിച്ചു. അവർ അദ്ദേഹത്തെയും ജയിലിലടച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്ദേശം മലബാറിലെ ജനങ്ങളിൽ എത്തിക്കാനും മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ബ്രിട്ടീഷുകാരുടെ മനഃപൂർവ്വമുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടലുകൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന സമുദായത്തിൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഒരു പത്രം അനിവാര്യമാണെന്ന് മുഹമ്മദ് അബ്ദുറഹിമാൻ മനസ്സിലായി. അങ്ങനെയാണ് 1924 ഒക്ടോബർ 12 കോഴിക്കോട്ട് നിന്നും അല്ലമീൻ എന്ന പത്രം പുറത്തിറങ്ങുന്നത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മലബാറിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള വാൾമുനയായിരുന്നു അന്ന് അല്ലമീനും മാതൃഭൂമിയും. ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് 1930 ജൂലൈ 6 തൻ്റെ ആവേശകരമായ ആമുഖലേഖനത്തിൽ അദ്ദേഹം എഴുതി, സ്വരാജ്യ സ്നേഹം സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിൽ, സ്വാതന്ത്ര്യ സന്ദേശത്തെ പ്രകീർത്തനം ചെയ്യുന്ന മതമാണ് ഇസ്ലാമെങ്കിൽ, മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും മോക്ഷത്തിനും വേണ്ടി സർവസ്വവും ബലികഴിച്ച് ദൈവമാർഗത്തിൽ ജീവത്യാഗം ചെയ്യേണ്ടത് യഥാർത്ഥ മുസ്ലിങ്ങളുടെ കർത്തവ്യ കർമ്മമാണ്. 1938 തൻ്റെ 40ാം വയസ്സിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി മുഹമ്മദ് അബ്ദുറഹിമാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS ആയിരുന്നു അന്ന് സംഘടനയുടെ സെക്രട്ടറി. ഇവർ രണ്ടുപേരും വാസ്തവത്തിൽ കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നു. മിതവാദിയായ K കേളപ്പനുമായി ഇത് അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായി. അപ്പോഴേക്കും ഗാന്ധിജിയുടെ അഹിംസാ നയത്തിൽ നിന്നും സുഭാഷ് ചന്ദ്രബോസിന്റെ സായുധ പോരാട്ട നയമാണ് കൂടുതൽ യുക്തമെന്ന് അബ്ദുറഹിമാനും EMSനുമെല്ലാം ബോധ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ അവസരത്തിലാണ് 1940 ജൂലൈ 2 രാജ്യരക്ഷാ നിയമപ്രകാരം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനിടെ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഫോർവേഡ് ബ്ലോക്കിന്റെ അഖിലേന്ത്യാ പ്രവർത്തക സമിതിയിൽ അബ്ദുറഹിമാൻ അംഗമായി. തുടർന്ന് അദ്ദേഹത്തെ കേരള ഘടകത്തിന്റെ പ്രസിഡന്റുമായി തെരഞ്ഞെടുത്തു. അബ്ദുറഹിമാൻ പുറത്തിറങ്ങിയാൽ കേരളത്തിലും സായുധ പോരാട്ടത്തിന് വേരുറയ്ക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിൽ നിന്നും പുറത്തുവിട്ടില്ല. ജയിലിൽ കഴിയുമ്പോഴും അബ്ദുറഹിമാൻ സാഹിബ് തൻ്റെ പോരാട്ട വീര്യം മറന്നില്ല. തടവുകാരോടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ അദ്ദേഹം അവരെ സംഘടിപ്പിച്ചു. ഇക്കാര്യം അന്വേഷിക്കാനായി സർക്കാർ AR നാപ്പ് എന്ന ബ്രിട്ടീഷുകാരനെ കമ്മീഷനായി നിയോഗിച്ചു. നാപ്പിന് മുന്നിൽ വണങ്ങാതെ തൻ്റെ ഇടത്തോടെ തല ഉയർത്തി നിന്ന അബ്ദുറഹിമാനെ കണ്ട് ക്ഷുഭിതനായ നാപ്പ് പറഞ്ഞു, ഇവനെ തൂക്കിക്കൊല്ലാനാണ് വിധിക്കേണ്ടിയിരുന്നത്. അതിന് പുഞ്ചിരിയോടെയായിരുന്നു അബ്ദുറഹിമാന്റെ മറുപടി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നാടിനും നാട്ടാർക്കും വേണ്ടി മരിക്കാനായല്ലോ എന്ന് ഞാൻ അഭിമാനിക്കുമായിരുന്നു എന്ന്. ഇതായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അതുകൊണ്ട് തന്നെ 2ാം ലോക മഹായുദ്ധകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളായ പലരെയും വിട്ടയച്ചെങ്കിലും അബ്ദുറഹിമാനെ വിടാൻ ബ്രിട്ടീഷുകാർ ഒരുക്കമായിരുന്നില്ല. അങ്ങനെ വെല്ലൂർ, ബെല്ലാരി, രാജമന്ത്രി ജയിലുകളിലായി ഒരുപാട് കാലം അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. അതിനെതിരെ കേരളത്തിൽ മുഴുവനും പ്രതിഷേധമുയർന്നു. 1945 ജൂൺ 29 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മുഖലേഖനത്തിൽ ഇങ്ങനെ എഴുതി, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൽ ശ്രദ്ധാലുക്കളായവർക്ക് മാത്രമല്ല, ധീരതയെയും ത്യാഗത്തെയും സ്ഥിരതയെയും മാനിക്കുവാൻ സാധിക്കുന്ന ആർക്കും തന്നെ അബ്ദുറഹിമാനെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. 1945 സെപ്റ്റംബർ 6 അബ്ദുറഹിമാൻ സാഹിബ് ജയിൽ വിമോചിതനായി. അധിക ദിവസം കഴിഞ്ഞില്ല. 1945 നവംബർ 23 തൻ്റെ 47ാം വയസ്സിൽ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത്
പൊറ്റശ്ശേരിയിൽ വച്ച് ആ ധീരദേശാഭിമാനി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. മതേതരത്വത്തിനു വേണ്ടി വാദിച്ച അദ്ദേഹത്തിൻ്റെ മരണം തികച്ചും ദുരൂഹമാണ്. അത് സ്വാഭാവിക മരണമോ അതോ കൊലപാതകമോ ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഇന്നും എവിടെയും എത്തി നിൽക്കുന്നില്ല. അദ്രീമാൻ സാഹിബിൻ്റെ ആശയവും ആവേശവുമായിരുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തിലെ ദുരൂഹത പോലെ ഈ മരണവും ഏറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ ചോദ്യങ്ങളിലേക്കും ദുരൂഹതയിലേക്കുമുള്ള അന്വേഷണം ഇപ്പോഴില്ല, അടുത്ത എപ്പിസോഡിലാവാം. ഇപ്പോൾ നന്ദി, നമസ്കാരം.